ഇദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹം ഇവിടുത്തെ വലിയ മകളാണ്. നെയ്ത്ത് കമ്പനി വിട്ടു കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ് മകളാ സമാജത്തിൽ. ആ സമയമൊക്കെ വീടും കൊച്ചുമൊക്കെ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. ലൗക്യത്തിൽ നടന്ന കല്യാണമാണെങ്കിലും ചിലപ്പൊക്കെ ചില ഏറ്റുമുട്ടലുകളുണ്ട്. അപ്പൊ ചില തട്ടുമുട്ടൊക്കെ കേൾക്കാം. ഓ, അങ്ങനൊന്നുമില്ല. നീ കാണാനും കേൾക്കാനും ആളായി. വെറുതെ തടി വടക്കാക്കണ്ട, ദൂഷിച്ചോ. അളിയന് കുളിക്കണ്ടേ? ആ പറഞ്ഞതുപോലെ നേരാണ്. നല്ലോണം പച്ചവെള്ളത്തിൽ നീണ്ടു നിവർന്നൊന്ന് കുളിക്ക്. 10 കൊല്ലത്തെ ചൂടില്ലേ തലയില്, അതൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി തലയൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേന് ഞമ്മൊന്ന് പൊരയെ പോയിട്ട് വേഗം വന്നല്ല. കൃഷ്ണൻ നോക്കിക്കേ, നമ്മുടെ സാമ്രാജ്യം. നീ ഇവിടുന്ന് പോകുമ്പോ ഞമ്മളും കെട്ടുകളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ പരിവാരങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്ക്. ആ നടന്നോട്. കൃഷ്ണൻ കുളിച്ചൊന്ന് ഒരുങ്ങട്ടെ, നമുക്ക് പിന്നെ വരാം. ആ ബാബാ തെളിച്ച് നടന്നോട്. ഭർത്താനൊക്കെ നമുക്ക് പിന്നെ പറയാം. എല്ലാത്തിനെയും കൂടിയും കെട്ടിവെടുത്തിട്ടുള്ളത്. ചേട്ടാ 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 ചേട്ടാ, ഇതെന്റെ കുഞ്ഞാണ്. മോനെ, മോന്റെ അമ്മാവനാ. എനിക്ക് എവിടെങ്കിലും കുറച്ച് ദിവസം താമസിക്കണം, അതിനുവേണ്ടി വന്നതാ. അല്ലേ, ഇത് ചേട്ടന്റെ വീടല്ലേ? ഇവിടെ താമസിക്കാൻ എന്റെ അനുവാദം വേണോ? ചേട്ടൻ നല്ലത് കൊടുത്തോ? നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അതെന്നെ കാത്തിരിക്കണോ? അത് നല്ല കാര്യമായിപ്പോയി. ചേട്ടന് വല്ലതും വേണോ ഇനി? നീ നമ്മൾ പറയുന്നത് കേക്ക്. നീ പോയി ആ ആര്യാജനെ കാണും. അയാളുടെ കീഴിലല്ലായിരുന്നാ നിനക്ക് മുമ്പ് പണി. ഇപ്പൊ ഒരു ജോലി തരാം. ആർക്കും എന്നോട് എന്തും പറയാം, പക്ഷെ പെണ്ണുങ്ങളെ പറ്റി മാത്രം എന്നോട് പറഞ്ഞു പോകരുത്. യശോദയെ തന്നെ ഞാൻ രക്ഷിക്കുന്നത് അവന്റെ പെങ്ങളായതുകൊണ്ടാണ്. സ്ത്രീ എന്ന സാഹചര്യത്തിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ആ ഓർമ്മ വരും. ഞമ്മളും കെജോനാണ്. പെണ്ണും പിടക്കൊക്കെ നമുക്കുണ്ട്. ഒരുപാട് മക്കളുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ കൊടുക്കണത്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പെണ്ണുങ്ങളെ എന്റെ മുമ്പിൽ വെച്ച് ന്യായീകരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആരാത്? നമ്മുടെ കൃഷ്ണൻ. കൃഷ്ണ, കഴിഞ്ഞ് ഇനിയെങ്കിലും ചൊവ്വ നേരം ജീവിക്കാൻ നോക്ക്. എനിക്ക് എന്തെങ്കിലും ജോലി വേണം. ജോലിയാ? അതാ നിൽക്ക. നിന്റെ മേൽനോട്ടത്തിൽ ഞമ്മളെ കൊണ്ട് കഴിയൂല കൃഷ്ണ. ഓ, ഇവന് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടാ? ഉണ്ടോന്ന് ചോദിച്ചാല് ഇതൊന്നും കാണില്ല. കൃഷ്ണ, വരുന്ന ഞായറാഴ്ച നമ്മുടെ മോന്റെ കല്യാണാണ്. മുസ്തഫാനെ കൃഷ്ണ അറിയൂലേ? അറിയാം. പന്തലിന്റെ പണി നിന്നെ അങ്ങനെ ഏൽപ്പിച്ചു തന്നാലാ. സാധനങ്ങളൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാല് ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞാൽ മതി. എന്താ കേൾക്കുന്നോ? കേൾക്കണ്ടേ? എന്നാ നാളെ ഈ നേരത്ത് ഇങ്ങോട്ട് വാ. ഇപ്പൊ കൊടുക്കാം. അതെ, ഈ പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടാനിട്ടാണ്. ഓ, അവന്റെ കെട്ടുകളെ കൊന്നേ. ആ നേരത്ത് ഞമ്മളായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. പക്ഷേ അരയിലൊരു കത്തിയും തിരിയാവില്ല ഇപ്പോഴത്തെ നടപ്പ്. കത്തിയല്ലേ, മൂച്ചുള്ളതല്ലേ, ആരുടെ കയ്യിലിട്ടാലും പേടിക്കണ്ടേ. അതും ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടു കിടക്കണം. ഇതൊന്നും ഉണ്ടാകില്ല. സഹോദരികളെ, നാൾക്ക് നാൾ നമ്മുടെ നാട്ടിൽ അബ്ദുള്ള, ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ എന്താ? ഒരു ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നതല്ല. എനിക്കിവിടെ എന്റെ കുഞ്ഞുണ്ട് കാണാൻ. നിങ്ങളാര്? അവന്റെ അച്ഛൻ. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ എന്തോന്നാ? ജോലി ചെയ്തേ കുടുംബം നോക്കണം, അതാണ് ഒരു അച്ഛൻ. അയ്യോ, നീ പറയാൻ പാടില്ല.
നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കത്രയ്ക്ക് പ്രേമമല്ലായിരുന്നു നിങ്ങളോട്. ഇപ്പൊ പ്രേമം ചത്തുപോയി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രേമിക്കുന്നത് എന്തിനാ? രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, അല്പം ബുദ്ധിയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും നിന്നെ കല്യാണം കഴിച്ചോളെന്നതിലേക്ക് എന്നെ ആരും ബുദ്ധിമാനെന്ന് വിളിക്കില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വിവാഹം അനാവശ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവന്റെ വിലയേറിയ സമയം അവൻ കേവലം പെണ്ണിന് വേണ്ടി നശിപ്പിക്കും. ജനങ്ങൾ എന്തോന്നായി ജനങ്ങളെന്ന് പറയുന്ന സാധനം? ആദ്യമേ സ്വന്തം വീടിനെയും കുടുംബത്തെ സ്നേഹിച്ചു പഠിക്കും, എന്നിട്ട് പുറത്തേക്കാം. അത് തന്നെയാ നിന്നോടും എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്തിനായി മകളാ സമാജം? അയ്യോ, ഇത് സാമൂഹ്യ പ്രവർത്തനമാണ്. ഗുരുദേവന്റെ ആദർശങ്ങൾ പ്രതി മകളകളെ സംഘടിപ്പിച്ചുള്ള പ്രവർത്തനം, അല്ലാതെ നിങ്ങളെ ഈ നേരുന്നറിയും കെട്ട രാഷ്ട്രീയമല്ല. എന്റെ ഭർത്താവായ നിങ്ങളുടെ ഭാഗ്യം ചേച്ചി, അത്രേ ഉള്ളൂ. അറി ഞാൻ ഭാഗ്യവാനാ. നിന്റെ ഭർത്താവായതുകൊണ്ടല്ല, നിന്നെ കൊണ്ട് എന്റെ കുഞ്ഞിനെ പ്രസവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള എന്റെ ഭാഗ്യം. എന്താ പറഞ്ഞ? അവകാശത്തിന്മേലാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിപ്പോ എന്റെ കുഞ്ഞിനെ കാണും. എന്നാലേ അവൻ ഇവിടെ ഇല്ല. അവനോടെ പോയി? അവനെ ഞാൻ അങ്ങ് അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആളില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചു. ദേഷ്യം പിടിക്കാൻ പറ്റും വേണ്ട, ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. ഒരു രാഷ്ട്രീയക്കാരൻ ജാഥയുടെ പിന്നീന്ന് മുദ്രാവാക്യം വിളിക്കലും വാൾ പോസ്റ്റ് ഒട്ടിക്കലല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം? പരിഹസിക്കണ്ടടി. ജാഥയുടെ പിന്നിൽ നിന്ന് ഒരു ദിവസം മുന്നിലെത്തുക. അതെപ്പോഴാ? ജാഥ തിരിഞ്ഞടക്കുമ്പോഴോ? ഒരു കാലത്ത് ഞാനും ഇവിടുത്തെ മന്ത്രി ആകില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. അങ്ങനെ ഒരു അപകടം എന്റെ നാടിന് സംഭവിച്ചാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തേ. യശോദേ, നിന്റെ ചേട്ടൻ കെട്ടിയവളെ വെട്ടിക്കൊന്നവൻ. അതിന് ഞാനെന്ത് വേണം? ആളിയുടെ പാരമ്പര്യം ഞാൻ നിലനിർത്തും. എന്താ പറഞ്ഞത്? അതിനുള്ള ധൈര്യം നോക്കട്ടോ. കൊല്ലടാ ഭാര്യ. ഞാൻ എന്നെ പേടിക്കണ്ട. ഇങ്ങനെയുള്ള ഭാര്യമാർ ജീവിച്ചിരിക്കരുത്. കൊല്ല്. അളിയാ, ഞാൻ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് ആരെയും കൊല്ലില്ല. ദേഷ്യവും വെറുപ്പും തന്നെ വേണം അതിന്. ഇപ്പോൾ നിനക്ക് ആവശ്യത്തിനുണ്ട്. പിടി. എന്റെ പെങ്ങളാണെങ്കിലും സ്ത്രീയാണ്. ഞാൻ ഇവിടെ കൊന്നാൽ പെങ്ങളെ കൊന്നെന്ന് പറയും, നീ കൊന്നാൽ ഭാര്യയെ കൊന്നെന്ന് പറയും. നോക്കി നിൽക്കാതെ കൊല്ലരാവളെ. കുട്ടികളേക്ക് അളിയാ, എനിക്ക് നല്ല പരിചയം. നീ തണുത്തു പോയടാ. ഇനി നിന്നെ കൊണ്ടാവില്ല. ഈ നിൽക്കുന്നത് ആരാണ്? ഇനി നിന്നോട് ആര് ചോദിച്ചത് ഈ നിൽക്കുന്നത് ആരാണ് നിന്റെ? എന്റെ ഭർത്താവ്. ഭർത്താവ്? എടി, ഞാൻ ജയിലിലായിരുന്നപ്പോൾ നീ നിന്റെ ഇഷ്ടത്തിന് നടത്തിയ വിവാഹമായത് അല്ലേ? അതെ. എല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ ചോദിച്ചിലൂടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണടി? അമ്മ എന്ന് പറഞ്ഞാൽ എന്താണടി? അവന്റെ കാര്യം പിടിച്ച് മാറ്റി. എടി, നിന്നോടാണ് പറയുന്നത്. വേണ്ട അളിയാ. അളിയാ, അവളെ പിടിച്ചിരുന്നു. അല്ലാ, ഇതെന്താണ് ചെരുപ്പിന് പോളിസ് ഇടുന്ന?